നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. പിറന്ന അതേ 1980-ലാണ് നിതിൻ നബിനും ജനിച്ചത്. 45 വയസ്സ് പിന്നിടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരനായിരിക്കെയാണ് പാറ്റ്നയിൽ നിന്നുള്ള ഈ 45-കാരൻ. പാർട്ടി ദേശീയ ആസ്ഥാനത്ത് ഇന്നലെ ഉയർന്ന ആരവങ്ങൾ വികസിത ഭാരതത്തിലേക്ക് ഉയർച്ച കാൽവെപ്പോടെ നാടിനെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദൃഢനിശ്ചയത്തിനുള്ള അഭിനന്ദനമായിരുന്നു. ജഗത് പ്രകാശ് നദ്ദ എന്ന ജെ.പി. നദ്ദയ്ക്ക് ശേഷം പാർട്ടിയെ നയിക്കാൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി. മാധ്യമ പാപ്പരാസികൾ നടത്തിയ ഊഹാപോഹങ്ങളെല്ലാം ആവിയായിരിക്കുന്നു. പ്രാചീന ഭാരതത്തിന്റെ സുവർണ സാമ്രാജ്യമായിരുന്ന മഗ്ധയുടെ സിരാകേന്ദ്രത്തിൽ നിന്നാണ് നിതിൻ നബീനിന്റെ വരവ്. പാടലീപുത്രം എന്ന പാറ്റ്നയിൽ നിന്ന്, നളന്ദയുടെ മണ്ണിൽ നിന്ന്, ആചാര്യ ചാണക്യന്റെയും ചന്ദ്രഗുപ്ത മൗര്യന്റെയും മണ്ണിൽ നിന്ന്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടതോടെ മാധ്യമങ്ങൾ നെറ്റോട്ടം ഓടി തുടങ്ങി. ആരാണ് ഈ പുതിയ പേരുകാരൻ എന്നതായിരുന്നു അന്വേഷണം. എന്നാൽ പാർട്ടിക്ക് ഈ പേര് പുതിയതല്ല. സംഘടനാ പരിചയം കൊണ്ട് സമ്പന്നനായവൻ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദനത്തിലെല്ലാം ഉണ്ട്. കഠിന പരിശ്രമിയായ സംഘാടകൻ, മന്ത്രിയായും MLA ആയും ഭരണമികവ് കാട്ടിയ യുവത്വം, 4 നൂറ്റാണ്ടുകാലം ബങ്കിപ്പൂരിന്റെ ജനപ്രതിനിധിയായി മാറിയ ജനപ്രിയൻ, എളിമയുള്ളവൻ, ഊർജ്ജസ്വലൻ, പ്രവർത്തന ശൈലിയിൽ വിട്ടുവീഴ്ചയില്ലാത്തവൻ. പുതിയ കാര്യാധ്യക്ഷന് പ്രധാനമന്ത്രി നൽകുന്ന വിശേഷണങ്ങൾ ശ്രദ്ധേയമാണ്. ചെറിയ പ്രവർത്തകന് ലഭിച്ച വലിയ ഉത്തരവാദിത്തം എന്ന നിതിന്റെ വിനയത്തിലുണ്ട് ആ വിശേഷണങ്ങളുടെ കരുത്ത്. 1980 മെയ് 23-ന് ബീഹാറിലെ പാറ്റ്നയിലാണ് നിതിൻ നബിന്റെ ജനനം. അച്ഛൻ മുതിർന്ന BJP നേതാവ് നബിൻ കിഷോർ പ്രസാദ് സിൻഹ, അമ്മ മീര സിൻഹ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാനേജറായിരുന്ന ഡോക്ടർ ദീപ്മല ശ്രീവാസ്തവയാണ് നിതിന്റെ സഹധർമ്മിണി. അച്ഛനൊപ്പമാണ് നിതിൻ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത്. ഭാരതീയ ജനതാ യുവമോർച്ചയായിരുന്നു ആദ്യ രാഷ്ട്രീയ തട്ടകം. സാധാരണ പ്രവർത്തകനായി തുടങ്ങി യുവമോർച്ചയുടെ ബീഹാർ സംസ്ഥാന പ്രസിഡന്റും ദേശീയ ജനറൽ സെക്രട്ടറിയുമൊക്കെയായി നിരന്തര പ്രവർത്തനം. 2006-ൽ 26-ാം വയസ്സിലാണ് പാറ്റ്ന വെസ്റ്റിൽ നിന്ന് നിതിൻ ബീഹാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അച്ഛൻ നവീൻ കിഷോർ പ്രസാദ് സിൻഹയുടെ അകാല മരണത്തെ തുടർന്നായിരുന്നു നിയോഗം. നവീൻ കിഷോർ ഹൃദയാഘാതം മൂലമാണ് മരണമടഞ്ഞത്. മുമ്പ് 4 തവണ അച്ഛനെ വിജയിപ്പിച്ച പാറ്റ്ന മണ്ഡലം മകനെയും 2 കൈയും നീട്ടി സ്വീകരിച്ചു. 2008-ൽ മണ്ഡല പുനർനിർണയം വന്നപ്പോൾ പാറ്റ്ന വെസ്റ്റ് മണ്ഡലം ഇല്ലാതായി. നിതിൻ പിന്നീട് ബങ്കിപ്പൂരിന് സ്വന്തമായി. 2010, 2015, 2020, 2025 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ വിജയം നൽകി ബങ്കിപ്പൂരുകാർ നിതിന് സ്നേഹം നൽകി. ബങ്കിപ്പൂരുകാരുടെ പ്രിയ MLA 2021 മുതൽ ബീഹാർ സർക്കാരിന്റെ ഭാഗമാണ്. 2021 ഫെബ്രുവരി മുതൽ 2022 ഓഗസ്റ്റ് വരെ അദ്ദേഹം റോഡ് ഗതാഗത മന്ത്രിയായി. തുടർന്ന് നഗരവികസന, ഭവന, നിയമ വകുപ്പ് മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. JP നദ്ദയ്ക്ക് ശേഷം നിതിൻ നബിൻ പാർട്ടി പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടാൽ ആ ചുമതലയേൽക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവാകും അദ്ദേഹം. പുതിയ നിയോഗത്തിൽ നിതിൻ എത്തുമ്പോൾ പാർട്ടി നേരിടാൻ പോകുന്നത് പുത്തൻ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെയാണെന്നത് ശ്രദ്ധേയമാണ്. പശ്ചിമബംഗാളിൽ മമതയുടെ ധാർഷ്ട്യത്തെ ഇല്ലാതാക്കി ദേശീയതയുടെ ഭരണം കൊണ്ടുവരണം. കേരളത്തിലും തമിഴകത്തും മാറ്റത്തിന്റെ കൊടി ഉയർത്തണം. നിതിന്റെ നിയോഗങ്ങൾ ചെറുതല്ല. ഛത്തീസ്ഗഡിൽ സമ്പൂർണ്ണ വിജയം സമ്മാനിച്ച സംഘാടകൻ എന്ന യശസ്സുണ്ട് നിതിന്റെ ട്രാക്ക് റെക്കോർഡിൽ. മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കിയ ഛത്തീസ്ഗഡിലെ ജനകീയ മുന്നേറ്റത്തിന് സംഘടനാപരമായി നേതൃത്വം നൽകിയത് നിതിൻ നബിൻ സിൻഹയാണ്. പുതിയ കുതിപ്പിനൊരുങ്ങുന്ന സംസ്ഥാനങ്ങളിൽ നിതിന്റെ നേതൃത്വം പുത്തൻ ആവേശം പകരുമെന്നതാണ് രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിഗമനങ്ങൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.